Hi friends, welcome to the first vlog of Hagen Vlogs. എൻ്റെ പേര് അനിത തമ്പി, ഇതെൻ്റെ ഹസ്ബൻഡ് ഹരി ഗോവിന്ദ്. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. എല്ലാ തിരക്കക്കാരെയും പോലെ തന്നെ നിങ്ങൾക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. വ്ലോഗിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ കുറേ ക്ലിച്ചൊക്കെ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാനേജറായിട്ടുള്ള ആശിഷ് സാറിൻ്റെ സിസ്റ്ററിൻ്റെ വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി സാറിൻ്റെ പ്ലേസ് വന്നിട്ട് എവിടെയായിരുന്നു? ഡെറാഡൂൺ ആയിരുന്നു. അപ്പോൾ ബ്രൈഡ് ഇസ് ഫ്രം ഡെറാഡൂൺ ആൻഡ് ഗ്രൂം ഇസ് ഫ്രം കണ്ണൂർ. യെസ്. സോ രണ്ടുപേരും രണ്ട് സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കേരളക്കാരായതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള തനതായിട്ടുള്ള എന്ത് ഐറ്റം ഗിഫ്റ്റ് കൊടുക്കും നമുക്ക് എന്നുള്ളൊരു തോട്ട് ഞങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആറന്മുള കണ്ണാടിയെ പറ്റി ഒരു ഐഡിയ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ അത് കുറച്ച് ഡെലിവറി ടൈം എടുക്കുമായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സോ ആക്ച്വലി നമ്മുടെ ഈ പ്ലാൻ വന്ന് ചെയ്യുന്നത് 20 ഏപ്രിലും നമ്മുടെ ഫംഗ്ഷൻ വരുന്നത് 22 ഏപ്രിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ദിവസമുള്ള ഗ്രേസ് പീരീഡ് 21 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഈ പ്ലാൻ ഞങ്ങൾ 21 മോർണിംഗ് ഡയറക്റ്റ് ആയിട്ട് ആറന്മുളയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടി. അതായത് എൻ്റെ ഫ്രണ്ട് ഹരിതയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പത്തനംതിട്ടക്കാരിയാണ്. അങ്ങനെ ഞാൻ അവളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവളാണ് നമുക്ക് ഈ ഒരു ഐഡിയ തരുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് കുറേ ഷോപ്സ് അവൈലബിൾ ആണ്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 21 മോർണിംഗ് പോകാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ്. ഈ പ്ലാനകത്ത് ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൊളീഗ്. ഞങ്ങൾ ഒരുമിച്ചാണ് യു വരയ്ക്കുന്ന അശ്വിൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അശ്വിനും കൂടി പ്ലാൻ ചെയ്യാനായി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് 21 മോർണിംഗിന് ആറന്മുളയിലേക്ക് പോകുന്നത്. അതെ. അപ്പോൾ ഞങ്ങൾ ആറന്മുള കണ്ണാടി വാങ്ങാൻ പോകാനൊക്കെ പ്ലാൻ ഇട്ടു. ഓൾറെഡി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഓരോ ഷോപ്സ് വിസിറ്റ് ചെയ്ത് അവിടുന്ന് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളവരെണ്ണം വാങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ആദ്യം കണ്ട ഷോപ്പിൽ തന്നെ ഫസ്റ്റ് കയറി. അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് മിറേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് സെയിൽസ് പേഴ്സൺ ഇങ്ങോട്ട് പറയണ്ടായി, ഇവിടെ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി, ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. കാരണം നമ്മൾ അതിന് മുന്നേ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് ഏതൊക്കെയോ കുടുംബങ്ങളാണ് പ്രത്യേകം അവർ മാത്രം ഉണ്ടാക്കി വരുന്ന ആ ഒരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് അവർ മാത്രമാണ് ഫോളോ ചെയ്യുന്നതൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി ആ ഒരു മൊമെൻറ്റിൽ. അങ്ങനെ ഞങ്ങൾ ബാക്കിലേക്ക് പോയി. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നവർ നല്ല വൃത്തിയായിട്ട് എന്തൊക്കെ പ്രോസസ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എഫേർട്ട്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം സമർപ്പണത്തോടുകൂടിയാണ് അവർ ഓരോ മിററും മേക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളിലൂടെ എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. ആ ഒരു വ്ളോഗാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾ തുടക്കക്കാരാണ്, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മിസ്റ്റേക്സും അതുപോലെ നിങ്ങളുടെ സജഷൻസും എല്ലാം നിങ്ങളെ കമൻസ് വഴി അറിയിക്കണം. കമൻസ് മാത്രമല്ല, നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ ചെയ്ത് ലൈനറും ലിപ് ബാമും അങ്ങനെയുള്ള ചെറിയ ചെറിയ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ താഴെ ചെന്നപ്പോൾ അമ്മ നല്ല ദോശയും സാമ്പാറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ സ്ഥിരം ഞങ്ങൾക്ക് രാവിലെ ഒരു പുഴുങ്ങിയ മുട്ട, അതും സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കോഫിയും വിത്തൗട്ട് ഷുഗറായിട്ട് ഞങ്ങൾ കഴിക്കും. ഏട്ടനത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അതിൻ്റെ കൂടെ തന്നെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങളിതപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വർണ്ണക്കുട്ടനാണ് ഞങ്ങളുടെ സഹചാരി. അവനെയും കൊണ്ട് ഞങ്ങൾ ആറന്മുളയ്ക്ക് വിടുകയാണ്. പതിയെ അമ്മ ഞങ്ങളെ ടാറ്റ പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പതിയെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ പുനലൂർ വഴി പതിയെ അശ്വനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളക്കോട് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തൂക്കുപാലം, പുനലൂർ തൂക്കുപാലം. 1877 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പതിയെ ഞങ്ങൾ വാളക്കോട് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യെസ്, അശ്വൻ വന്നിട്ടുണ്ട്. അവനും നമ്മളോടൊപ്പം ഇവിടുന്ന് ജോയിൻ ചെയ്യാണ്. നമ്മുടെ ഗസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ അശ്വിൻ. അവനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ ഇപ്പോൾ പത്തനാപുരം റൂട്ട് വഴി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ കോളേജിലേക്ക് പോകുന്ന റൂട്ടായതുകൊണ്ട് കോളേജിൽ പോകുന്ന സമയത്തുണ്ടായ അമളികളും ഞങ്ങളുടെ ബസ് വഴിയിലായ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ അശ്വിൻ നല്ല പഞ്ചാബി ഹിന്ദി സോങ്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ പതിയെ അതേ ആറന്മുള അമ്പലത്തിൻ്റെ അടുത്തെത്തി. കാണുന്നതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പം അതിനടുത്തായിട്ട് കുറേ ഷോപ്സ് ഉണ്ടെന്നാണ് ഹരിത ഓൾറെഡി പറഞ്ഞിരുന്നത്.
നമ്മൾ അമ്പലത്തിനടുത്തേക്ക് എത്തുന്നതോറും നല്ല ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ടെമ്പിളിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചെറിയ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഏകദേശം അമ്പലത്തിന് തൊട്ട് മുന്നേ വരെ ചെന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഷോപ്സ് കാണുന്നുണ്ടായി. അപ്പോൾ അവിടുന്ന് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഓരോ ഷോപ്പിലും കയറി വണ്ടി ഒരിടത്ത് ഇട്ടതിന് ശേഷം ഓരോ ഷോപ്പിലും കയറി അന്വേഷിച്ച് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പക്ഷേ നമ്മൾ ഫസ്റ്റ് കണ്ട ഷോപ്പിൽ തന്നെ ആദ്യം കയറി കണ്ട ഹാൻഡ് ക്രാഫ്റ്റിന്ന്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളോട് പറയുന്നത് ബാക്കിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോസസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ ഓൾറെഡി അവരുടെ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ആല എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ഈ അച്ഛനാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇനി അവർക്ക് എന്താ പറയാനുള്ളത്, എന്തൊക്കെയാണ് സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്, ഈ മണ്ണൊക്കെ എന്തിനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഗ്ലാസിൻ്റെ കനമാണ്, അതായത് ഡിസ്ക് വാർക്കാനായിട്ട് പിന്നെ ഹൈറ്റ് കിട്ടുന്നത് ഇങ്ങനെ വെച്ച് കിട്ടും. ഈ ഗ്യാപ്പിലിട്ടാണ് ഡിസ്ക് വാർക്ക് കിട്ടുന്നത്, ഗ്ലാസ് ആയിട്ട് കിട്ടുന്നത്. ഇത് രണ്ടാമത്തെ പൈപ്പിംഗ്. ഈ ഡിസ്കിനകത്ത് ഹോള് വീഴുന്നുണ്ട്, ഈ ലോക്ക് ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫുള്ള് പാക്ക് ചെയ്യും. രണ്ടാമത് മൂന്നാമത് ഫുള്ള് പാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കപ്പ് പിടിച്ചത് ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു കപ്പ് പിടിക്കും. കപ്പ് പിടിക്കുന്ന വെച്ചാൽ ഇതിനകത്താണ് ഈ ലോഹം വരി വെച്ച് നടക്കുന്നത്. പല മെറ്റൽസിന്റെ കോമ്പിനേഷൻ ആണല്ലേ? പല ലോഹങ്ങളും അല്ല, ചെമ്പും വെളുത്തി. എന്നിട്ട് ഇതിനകത്ത് ആ മെഴുകുണ്ട്, അത് ഇതിനകത്ത് വെച്ചിട്ട് കത്തിച്ച് കളയും. അതായത് അത് ഉരുകി, ആ ഉരുകി പോയതിനകത്തോട്ട് ഈ ലോഹം ഇതാണ് ചെമ്പും വെളുത്തി മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ വാരി വെച്ച് ഉള്ളിങ്ങനെ വെച്ച് നിറച്ചിട്ട് ഒരു പേപ്പർ കയറി അതിന് മണ്ടയ്ക്ക് വെച്ചിട്ടൊരു തുണിയുടെ പീസ് വെച്ച് അടയ്ക്കും. എന്നിട്ട് ഇതുപോലെ മണ്ണ്, കാരണം ഇതിനകത്ത് മണ്ണൊന്നും ഇല്ല, ഇത് ഫുള്ളായിട്ട് അടയ്ക്കും. എന്നിട്ട് ഒരു ഹോൾ, ഈ ഹോൾ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു എയർ ഉണ്ടാവും, ഈ ലോഹം ഉരുകും. പിന്നെ ഈ ലോഹം ഉരുകിയെന്നറിയാനും പറ്റും. ഇതൊരു 10-32 ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കത്തിക്കും. പിന്നെ അത് ഫുള്ള് മരക്കരി ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെക്കും 10-32. അത് കഴിഞ്ഞിട്ട് ഇത് 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഉരുകിയെന്നറിയാം. പിന്നെ അതുകൊണ്ട് നീലത്തി വരും. നീലത്തി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഉരുകിയെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് പൊടിലെടുത്ത് ഇവിടെ വെച്ചിട്ട് ചെളി വെച്ച് അടച്ചിട്ട് തിരിച്ച് അമർത്തുമ്പോൾ നമ്മുടെ ഈ ഡിസ്കിനകത്തിരിക്കും. ഈ ഗ്യാപ്പിലൂടെ ഈ ലോഹം ഉരുകിയാണ് പൊട്ടിച്ചെല്ലുമ്പോൾ ഇത് ഗ്ലാസ് ആയിട്ടാണ്. ഇത് പിന്നെ നമ്മൾ ഫ്രെയിമിന്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കും. ഓരോ ഫ്രെയിമിന്റെ വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അരക്ക് വെച്ച് തടിയിൽ ഒട്ടിച്ചിട്ട് ഇത് 150 വാട്ടർ, 150, 220, 400, അങ്ങനെ 2000 വരും. 2000 വരെ തേച്ചെടുത്ത് കഴിഞ്ഞിട്ട് മരോട്ടി അതിങ്ങനെ തടിയെ കാണി വെച്ച് തറച്ചു അതിലിങ്ങനെ തേച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലുവിട്ട് എന്ന് പറയുന്നത് 5-6 വരും. അപ്പൊ അതിലിങ്ങനെ തേച്ച് അത് ഫിനിഷിങ് ആക്കി. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തൊട്ട് നമ്മള് വെല്ലുവിട്ടുണ്ട് തേച്ചെടുക്കും. അതൊരു 6-7 ദിവസം എപ്പൊ തെളിയുന്നു അതുവരെ ഇങ്ങനെ തേച്ച് ലെവലായിട്ട് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും മുഖം നോക്കാൻ വേണ്ടി നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇതിപ്പം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കണ്ടായിരുന്നു. ഞങ്ങള് ജസ്റ്റ് കേറി ചോദിച്ചപ്പോഴാ പറഞ്ഞ ഇവിടെ വട്ടം എടുക്കുന്നുണ്ടെന്ന്. പിന്നെ ഒരു 3-4 സെറ്റ് ഉണ്ട്. ഒരു സെറ്റ് പകുതി പണി വരുമ്പോഴത്തേക്ക് വേറെ അടുത്ത സെറ്റ് രണ്ടുപേരും അങ്ങനെ ഒരാഴ്ചയിലാണെങ്കിലും ടാസ്കിങ് ദിവസമുണ്ട്. ആഴ്ചയിലൊക്കെ വരുന്നത് നമ്മള് ലോഹം ഒരുക്കുന്ന ആ ബാറ്റസ്. ഓക്കെ, അത് മറ്റേ മരക്കരിയാണ്.
ഇതിനും വർക്ക് ചെയ്യാം. ഓക്കെ. ഇതിനകത്തെല്ലാം കൈകൊണ്ട് ചെയ്യുന്ന വർക്കുകൾ. ഇതിനകത്ത് മിഷൻ സാധനങ്ങളുണ്ട്. നമ്മളവിടെ ഇൻഡക്ഷൻ ബർണർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ആ, ഇത് പിന്നെ ബ്ലോറായാലും കൈ കൊണ്ടാണ്. നമ്മൾ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോലെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരുവ് അനുസരിച്ച് കറക്റ്റ്. പിന്നെ ഇത് മറ്റ് ആൾക്കാരും ഈ വർക്ക് കേട്ടിട്ടുണ്ട്, കുടുംബങ്ങളാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. വിശ്വർമ്മ കൊടുക്കുന്നു. നമുക്കിപ്പം ഇത് ഈയൊരു ജോലി ഇത് വേറെ ആരും പോകാത്തെന്ന് പറഞ്ഞു. ഇപ്പം 3-4 തൊഴിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് പയ്യന്നൂര് പവിത്രമോതിരം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. പവിത്രമോതിരം. പിന്നെ ഇത് മുരുകന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയത എന്നാണ് ചരിത്രം. പിന്നെ പയ്യന്നൂര് പവിത്ര കിണ്ടി. പിന്നെ സ്വാമിക്ക് ഓണവില്ല് എടുക്കുന്നതാണ്. അതൊക്കെ പത്രത്തിൽ വരും. അത് പിന്നെ ഇത് അത് ആശാരിമാരാണ്. അങ്ങനെ ഇങ്ങനെ തൊഴിലുകളെ ഉള്ളു. വേറെ ആൾക്കാരായിരിക്കില്ല. ഇതിങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കും. ഓണവില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാബലിയെ പാണ്ഡവത്തിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ ഭഗവാനോട് പറഞ്ഞു അവിടുത്തെ ദശാവതാരങ്ങളെല്ലാം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വകർമാവ് അറിയാം, വിശ്വകർമാവിനെ വിളിച്ച് പിന്നെ ദശാവതാരം എല്ലാം വരച്ച് കാണിച്ച് ഇങ്ങനെ അതിന്റെ ആ തലമുറയാണ്. പിന്നെ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവലംബിക്കും. പിന്നെ ചരിത്രത്തിൽ പറയുന്ന AD 1425 പിന്നെയും തുടങ്ങി വീരവർമ്മ മഹാരാജാവിന്റെ കാലം. പിന്നെ അവ ഇടയ്ക്ക് വെച്ചിരുന്നു. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മതിലകൾ കണക്ക് വെച്ച് 1739 ചരിത്രമുണ്ട്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതായത് ഈ പഞ്ചലോകത്തിനകത്ത് വരുന്ന വേഗം സൂക്ഷിക്കുക പറഞ്ഞാൽ പൂജാമുറി വെക്കുമെന്നാണ്. പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പുകയടിച്ച് കളയാം. അതിലും നല്ലത് സൊക്കറ്റ് ചെയ്യും. സൊക്കറ്റ് എപ്പോഴും നല്ല പരിസരത്തോടുള്ള സൊക്കറ്റ് ഉണ്ടാകും. ഇതിനകത്ത് മാറ്റങ്ങൾ വരും. തരാത്തത് തല വീണ് കഴിഞ്ഞാൽ 10,000 രൂപ തരണം. അതിന് നല്ലത് ഇങ്ങനെ തന്നെ കാണിക്കുന്നു. അപ്പോൾ ആലയിൽ നിന്ന് ഞങ്ങൾ നേരെ അതിന് തൊട്ടടുത്തുള്ള ഫ്രെയിം മേക്കിങ്ങിൻ്റെ ആ ഒരു ഷെഡിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് അവിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് വാൽക്കണ്ണാടിയുടെ ഫ്രെയിം, അതുപോലെ ആലിലയുടെ ഫ്രെയിം, പിന്നെ അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ ശംഖ് ബൾക്ക് ഓർഡേഴ്സിനനുസരിച്ച് അവർ പറയുന്ന പ്രത്യേകം ഫ്രെയിംസ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ആ കട്ട് ചെയ്യുന്ന തകിടാണ്. ആ തകിട് ഈ ഫ്രെയിമിലേക്ക് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുകളിലാണ് അവർ മിറർ വെച്ച് എല്ലാം ഉറപ്പിക്കുന്നതെന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തകിടൊക്കെ അതിന് വേണ്ടുന്ന അളവിൽ അവർ കട്ട് ചെയ്ത് ആ ഷേപ്പിനനുസരിച്ച് അവർ പോളിഷൊക്കെ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നത്. ഇപ്പോൾ കാണുന്നതാണ് അവർ മെയിനായിട്ടും ബ്രാസ് മെറ്റൽ ഒരുക്കുന്നതും അതുപോലെ ആ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ കാരണം ആർക്കും അവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഫ്രെയിംസ് എല്ലാം നമുക്ക് പിന്നീട് പോളിഷ് ചെയ്ത് മിറർ ആയാലും വളരെ നന്നായിട്ട് പോളിഷ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഷോപ്പിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബൾക്ക് ഓർഡേഴ്സൊക്കെ ബാങ്കിൽ നിന്നും മറ്റുമൊക്കെ അവർക്ക് വരാറുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ബാച്ച് ആയിട്ടാണ് ഇത് ഉള്ളത്. പിന്നീട് നമ്മൾ വീണ്ടും ഷോപ്പിൽ വന്ന് നമ്മൾ ഫൈനലായിട്ടുള്ള നമുക്ക് വേണ്ടുന്ന മിറർ സെലക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ മിറേഴ്സ് മാത്രമല്ലാണ്ട് ഇതുപോലുള്ള വിഗ്രഹങ്ങളും കുഞ്ഞു ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ വഴി ഓൺലൈനായിട്ടും ഓർഡർ പ്ലേസ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് പോയി ഇതുപോലുള്ള അനുഭവം നേരിട്ട് കണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും.
ഇതിനോടൊപ്പം തന്നെ പൂജ ഐറ്റംസ് ആയാലും അതുപോലെ പലതരത്തിലുള്ള ശില്പങ്ങളും അതുപോലെ മറ്റ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു തന്നിരുന്നു, ബ്രാസും അതുപോലെ മെറ്റൽസൊക്കെ ഒരുക്കുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ആർക്കും അവിടെ നിൽക്കുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ വാൽക്കണ്ണാടികളല്ലാണ്ട് പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല സൈസിലുള്ള ഡിഫറെൻറ്റ് ഫ്രെയിംസിലുള്ള കണ്ണാടികൾ അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേയൊക്കെ സോൾഡ് ഔട്ട് ആയി അവർ നെക്സ്റ്റ് ബാച്ച് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി പറഞ്ഞിരുന്നു ബാച്ച് ബൈ ബാച്ച് ആയിട്ടായിരിക്കും അവർ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏകദേശം ഒരു മിറർ മേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 5 പേരുടെ എഫേർട്ട് ഏകദേശം 2 ആഴ്ചയോളം അവർക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നീട് അവിടെ അമ്പലത്തിന് ഫ്രണ്ടിലേക്കും അവിടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലേക്കും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പോൾ മറ്റ് പല കടകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ചൂട് സമയവും അതുപോലെ നല്ല വെയിലുമുള്ള ഒരു സമയമായിരുന്നു. നമ്മൾ ആകെ ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നേരം ഞങ്ങൾ കാറിൽ കയറി AC ഒക്കെ ഇട്ടിരുന്നൊന്ന് കൂളായതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഷോപ്പുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ചുറ്റും നടക്കുകയുണ്ടായി. അപ്പോഴാണ് എൻ്റെ കണ്ണ് കമ്മൽ കടയിലേക്ക് പോയത്. അവിടുന്ന് എനിക്ക് കമ്മൽ ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങൾ ആ കടയിലേക്ക് കയറി. ഞാൻ കമ്മൽ നോക്കുന്ന സമയത്ത് അവിടെ അശ്വിനും ഏട്ടനും ഹോട്ട് വീൽസ് അവൈലബിൾ ആയിരുന്നു. അതൊക്കെ നോക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ കമ്മലെടുത്തിട്ട് ഏട്ടാ അത് ഇതെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓരോന്ന് പറയുമ്പോഴും ഏട്ടൻ്റെ മനസ്സിലിങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് 2 എണ്ണത്തിൽ ഫൈനലൈസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തൊരു കടയിൽ കയറി ആശിസാറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ സെലക്ട് ചെയ്തതൊരു ഗണപതിയുടെ ഐഡലാണ്. അപ്പോൾ അതും സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാറിൽ വന്നു. ഒന്ന് ചില്ലായതിന് ശേഷം പോകാമെന്നുള്ള രീതിയിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ മറ്റൊരു ക്ഷേത്രവും കൂടി ഉണ്ടതായിട്ട് ഞങ്ങൾ നോട്ടീസ് ചെയ്തത്. അത് ഗണപതി ക്ഷേത്രമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിന് തൊട്ടടുത്തായി റൈറ്റ് സൈഡിൽ ഒരു റോഡ് കാണാൻ പറ്റി. അതിൻ്റെ പേര് വന്നിട്ട് കവയിത്രി സുഗതകുമാരി ടീച്ചർ റോഡ് എന്നായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പതിയെ ഞങ്ങളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നു. അത് കലശലായതോടുകൂടി ഞങ്ങൾ പതിയെ പത്തനാപുരം എത്തിയപ്പോൾ അവിടുത്തെ കൊയിലോൺ ബേക്കേഴ്സിൽ കയറി ഒരു ഷാർജയും വേറെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസും കൂടി കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തി. പക്ഷേ അവസാനം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഷേക്കിലാണ് എത്തിച്ചേർന്നത്. ഷേക്ക് വന്നിട്ട് ആവറേജ് ആയിരുന്നു. ബട്ട് ദ ചിക്കൻ പപ്സ് ദാറ്റ് വി ഓർഡർഡ് ഫ്രം ദെയർ വാസ് ടു മച്ച് വർത്തി. നല്ല സൈസ് ഉണ്ടായിരുന്നു, നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പുനലൂരിലേക്ക് വരികയാണ്. അശ്വിനെ ആദ്യം വാളക്കോട് ഇറക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനം. അപ്പോൾ പതിയെ ഞങ്ങൾ അശ്വിൻ്റെ പ്ലേസായ വാളക്കോടേക്ക് എത്തി. This is Ashwin signing off. We'll see you in the evening. Bye bye. അങ്ങനെ അശ്വിന് ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെയാണ് നമുക്ക് കണ്ണൂരേക്ക് പോകേണ്ടത്. അപ്പോൾ കണ്ണൂരേക്കുള്ള നമ്മുടെ യാത്രയും അവിടെ ചെന്നതിന് ശേഷം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ കാണും വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.